കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 574 സൂറത്ത് ഇബ്രാഹിം ആയത്തുകൾ 28 മുതൽ 41 വരെ, പേജ് നമ്പർ 895. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫ്റാ وأحلوا قومهم دار البوار جهنم يصلونها وبئس القرار وجعلوا لله أندادا ليضلوا عن سبيله قل تمتعوا فإن مصيركم إلى النار قل لعبادي الذين آمنوا يقيموا الصلاة وينفقوا مما رزقناهم سرا وعلانية من قبل أن يأتي يوم لا بيع فيه ولا خلال الله الذي خلق السماوات والأرض وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم وسخر لكم الفلك لتجري في البحر بأمره وسخر لكم الأنهار وسخر لكم الشمس والقمر دائبين وسخر لكم الليل والنهار وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم ربنا إني أسكنت من ذرية بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب اجعلني مقيم
ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 575, സൂറത്ത് ഇബ്രാഹിം ആയത്ത് 28, പേജ് നമ്പർ 895. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫ്റാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ നന്ദികേടാക്കി മാറ്റിയ കൂട്ടരെപ്പറ്റി നീ മനസ്സിലാക്കിയിട്ടില്ലേ? അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടതിന് പകരം അതിനെ നിഷേധിച്ചു, അനുഗ്രഹമാണെന്ന് അംഗീകരിച്ചില്ല. നേരെ മറിച്ച് അതിനെ ഒരു ഉപദ്രവമായി കണക്കാക്കി. മക്കയിലെ ജനങ്ങൾ ചെയ്തതുപോലെ അവർക്ക് അല്ലാഹു വലിയ അനുഗ്രഹം നൽകി അവരിൽ നിന്ന് റസൂലിനെ അയച്ചു, അവർക്ക് അവരുടെ ഭാഷയിൽ വേദം അവതരിപ്പിച്ചു. ഇത് ഉപദ്രവമായിട്ടാണ് അവർ കണക്കാക്കിയത്. അതുപോലെ അവരെ അള്ളാഹുവിൻ്റെ വീടിൻ്റെ പരിചാരകരാക്കി. അവർ അള്ളാഹുവിനോട് നന്ദിയുള്ളവരും അവനെ മാത്രം ആരാധിക്കുന്നവരും അവൻ്റെ റസൂലിനെ സഹായിക്കുന്നവരും അവൻ്റെ കിതാബിനോട് കൂറുള്ളവരും ആകേണ്ടതായിരുന്നു. എന്നാൽ അവരുടെ നില നേരെ വിപരീതമായിട്ടാണ് വന്നത്. ജനങ്ങളെ അവർ ദുർമാർഗത്തിൽ നയിച്ച് നരകത്തിൽ എത്തിക്കുകയും ചെയ്തു. അവരുടെ സ്ഥിതി അതിഭയങ്കരവും അത്യത്ഭുതകരവുമാണ്. ഖുർആൻ അള്ളാഹു തന്നത് മഹത്തായ അനുഗ്രഹമാണെന്ന് പറയുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നവർ ഇവിടെ പ്രത്യേകം ഉണരുക. പേജ് നമ്പർ 896. അവരുടെ ജനങ്ങളെ നാശത്തിൻ്റെ വീട്ടിൽ അവർ പാർപ്പിക്കുകയും ചെയ്തു. ഷിർക്കും കുഫ്റും ബിദ്അത്തും ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചവർ നരകത്തിലേക്കാണ് വഴി കാണിക്കുന്നത്. ആ മഹാനാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് അവരെ തള്ളിവിട്ടത് ഈ ദുർമാർഗികളാണ്. 29 ആയത്ത്. ജഹന്നമ യസ്ലൗനഹ, നരകം അവർ അതിൽ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കും. വബിഅ്സൽ ഖറാർ, ആ താമസം എത്ര ചീത്ത. ആയത്ത് 30. വജഅലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിന് അവർ സമന്മാരെ ഉണ്ടാക്കി. അള്ളാഹുവിന് ഒരു നിലയിലും സമന്മാരില്ല. സമന്മാരെ ഇവർ കെട്ടിച്ചമച്ചതാണ്. ലിയുദില്ലു അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തെറ്റിച്ചു കളയാൻ വേണ്ടി. ഖുൽ തമത്തഉ ഫഇന്ന മസീറകും ഇലന്നാർ, പറയുക നിങ്ങൾ സുഖിച്ചുകൊള്ളുക, നിങ്ങളുടെ പര്യവസാനം നരകത്തിലേക്കാണ് നിശ്ചയം. ആയത്ത് 31. വിശ്വാസികളായ എൻ്റെ അടിമകളോട് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുവാൻ പറയുക. അവർക്ക് നാം കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കാനും, സിർറൻ വഅലാനിയതൻ, രഹസ്യമായും പരസ്യമായും, മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ, യാതൊരു ക്രയവിക്രയമോ ചങ്ങാത്തമോ ഇല്ലാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ് സമ്പത്ത് നല്ല മാർഗത്തിൽ പരസ്യമായും രഹസ്യമായും മരണത്തിന് മുമ്പ് ചെലവഴിക്കുവാൻ പറയുക. ആയത്ത് 32. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ, അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാകുന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അവൻ വെള്ളം ഇറക്കുകയും ചെയ്തു. പേജ് നമ്പർ 897. ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലക്കും, അങ്ങനെ ആ വെള്ളം മുഖേന നിങ്ങൾക്ക് ഉപജീവനമായി അവൻ ഫലവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി, അവൻ്റെ കൽപ്പന അഥവാ നിയമം അനുസരിച്ച് സമുദ്രത്തിൽ സഞ്ചരിക്കാൻ തക്ക നിലയിൽ കപ്പലുകളെ നിങ്ങൾക്ക് വേണ്ടി അവൻ വിധേയമാക്കി തന്നു. വസഖറ ലക്കുമുൽ അൻഹാർ, നിങ്ങൾക്ക് വേണ്ടി നദികളെ അവൻ വിധേയമാക്കി തരികയും ചെയ്തു. നദികളുടെ ഉത്ഭവവും സഞ്ചാരവും പതനവും, കപ്പലുകൾ നദിയിലും കടലിലും പൊങ്ങിക്കിടക്കുന്നതും സഞ്ചരിക്കുന്നതും കാറ്റിനനുസരിച്ച് പായ്ക്കപ്പലുകൾ നീങ്ങുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചിതമായ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചാണ്. ആയത്ത് 33. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈനി, നിങ്ങൾക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവൻ വിധേയമാക്കി തന്നു. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ,
പകലിനെയും രാവിനെയും നിങ്ങൾക്ക് വേണ്ടി അവൻ വിധേയമാക്കുകയും ചെയ്തു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 576, സൂറത്ത് ഇബ്രാഹിം ആയത്ത് 34, പേജ് നമ്പർ 897. അവനോട് നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം അവൻ നിങ്ങൾക്ക് തരികയും ചെയ്തു. നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം തന്നു എന്നാൽ വായ കൊണ്ട് ചോദിച്ചതൊക്കെ നൽകി എന്നതല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതും പ്രയോജനകരവുമായതെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാം അള്ളാഹു ഒരു വ്യവസ്ഥയനുസരിച്ച് നൽകിയിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും സംബന്ധിച്ച് പറഞ്ഞിടത്ത് സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നു എന്ന് അർത്ഥം പറയുകയും നിങ്ങൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലാക്കി തന്നു എന്ന് വിശദീകരിക്കുകയും അമേരിക്കയുടെ ബഹിരാകാശ യാത്രികൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ഇതിൻ്റെ പുലർച്ചയായി എടുത്തു പറയുകയും ചെയ്ത ചില ആളുകളുണ്ട്. അവർക്ക് തെറ്റുപറ്റിപ്പോയതാകുന്നു. ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും അനുഭവപ്പെട്ട ഒരു യഥാർത്ഥ വസ്തുതയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രതികരണങ്ങൾ. ഇവരുടെ വ്യാഖ്യാനമനുസരിച്ച് ഈ വചനത്തിൻ്റെ പുലർച്ച വളരെ ചുരുങ്ങിപ്പോയല്ലോ. എത്ര പേരാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്? 2 പേർ. എന്നിട്ടെന്തേ ഉണ്ടായത്? യഥേഷ്ടം അവരെന്താണ് കൈകാര്യം ചെയ്തത്? ഇതിനു പുറമെ ഈ വചനത്തിൽ ആദ്യം സൂര്യനെയാണല്ലോ പറഞ്ഞത്. അവിടെ ആരാണ് കാലുകുത്തിയത്? സൂര്യനിലേക്ക് ആരെങ്കിലും ചെന്നാൽ പിന്നെ എന്തുണ്ടാകും? ചുരുക്കം, ഈ വ്യാഖ്യാനം തികഞ്ഞ വിഡ്ഢിത്തമാണ്. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും വിധേയമാക്കി തന്നു എന്ന് അർത്ഥം വെച്ചാൽ അത് രണ്ടിൻ്റെയും ഗുണം നിങ്ങൾ അനുഭവിക്കത്തക്കവണ്ണം അള്ളാഹു അതിൻ്റെ ഉദയാസ്തമനങ്ങളും സഞ്ചാരവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം വന്നു. അതിൻ്റെ ചൂടും വെളിച്ചവും നിങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. അത് സാർവത്രികമായ അനുഭവമാകുന്നു. ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എല്ലാവർക്കും സൂര്യരശ്മിയിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് പുതിയ ഉപകാരമാണ്. പേജ് നമ്പർ 898. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുന്ന പക്ഷം നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവുകയില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, നിശ്ചയമായും മനുഷ്യൻ മഹാ അക്രമിയും വളരെ നന്ദി കെട്ടവനുമാകുന്നു. ഓരോ മനുഷ്യനും ഈ പ്രകൃതിയിലും അവൻ്റെ ദേഹത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് മനുഷ്യൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലും സാധ്യമാവില്ല. അള്ളാഹു നൽകിയ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാനോ അവയുടെ മൂല്യം നിർണ്ണയിക്കാനോ അർഹമായ നിലയിൽ ആ അനുഗ്രഹങ്ങൾക്ക് പകരം നന്ദി കാണിക്കാനോ മനുഷ്യരാൽ സാധ്യമല്ല. എന്നാൽ മനുഷ്യനാകട്ടെ സാധ്യമായ അളവിൽ നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതെത്ര വമ്പിച്ച അക്രമം! അനുഗ്രഹദാതാവിനെ തന്നെ നിഷേധിക്കുന്നവരും അവന് മാത്രം നൽകേണ്ട ആരാധന മറ്റു പലർക്കും നൽകുന്നവരും നന്ദി കെട്ട അക്രമികൾ തന്നെ. ഇത്തരക്കാർ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാൻ ആയിരങ്ങൾ ചെലവഴിച്ചും ബഹുദൂരം യാത്ര ചെയ്തും ക്ഷേത്രങ്ങളിലും ദർഗകളിലും കനീസകളിലും ചൊല്ലുന്നു. തുലാഭാരം നടത്തിയും സ്വർണവും വെള്ളിയും പണവും നൽകിയും അന്നദാനം നടത്തിയും ഇവർ നന്ദി കാണിക്കുന്നത് കൃത്രിമ ദൈവങ്ങളുടെ ഇടാകുന്നു. അനുഗ്രഹദാതാവായ സൃഷ്ടാവിനെ മനുഷ്യർ ഓർമ്മിക്കുന്നതേയില്ല. നിശ്ചയമായും മനുഷ്യർ മഹാ അക്രമിയും വളരെ നന്ദി കെട്ടവനുമത്രേ. അറബി ബഹുദൈവാരാധകർ തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിൻഗാമികളാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അവരുടെ കേന്ദ്രം കഅബയും അദ്ദേഹം ഏകദൈവാരാധകരുടെ നേതാവും കഅബ അതിൻ്റെ കേന്ദ്രവുമായിരുന്നു. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ആയത്ത് 35. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, എൻ്റെ രക്ഷിതാവേ ഈ നാട്ടിനെ നീ നിർഭയമായതാക്കണമേ. ഈ മക്കാരാജ്യത്തെ ആരെയും പേടിക്കേണ്ടതില്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളും ശത്രുക്കളെ ഭയപ്പെടേണ്ടുന്ന അവസ്ഥ ആദ്യകാലത്ത് വന്നു. കുറച്ചു കാലമേ അത് നിലനിന്നുള്ളൂ. പരലോകമോക്ഷം സർവപ്രധാനമായി കരുതുന്ന ഒരു സത്യവിശ്വാസി ആ പുണ്യഭൂമിയിൽ വിശുദ്ധ ഭവനത്തിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ ദുനിയാവിലെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ്, നിർഭയനാണ്. ഈ മാനസികാവസ്ഥക്ക് ഒരിക്കലും ഭംഗം സംഭവിച്ചിട്ടില്ല. ഹജ്ജിനായി പുറപ്പെടുന്ന ഒരു ഭക്തൻ അവിടേക്ക് അടുക്കും തോറും നിർഭയാവസ്ഥയിൽ ആമഗ്നനാകുന്നത്
അനുഭവ സത്യമാണല്ലോ. വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റേണമേ എന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, വിഗ്രഹാരാധനയുടെ നേരെ അതിശക്തമായി വിപ്ലവം നടത്തിയ മഹാത്യാഗിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച ഒരു മഹാനെ വേറെ കണ്ടെത്തുക സാധ്യമല്ല. തനിക്കനുകൂലമായി നിൽക്കാൻ ഒരൊറ്റ മനുഷ്യനുമില്ലാത്തപ്പോൾ പ്രധാന ക്ഷേത്രത്തിൽ കടന്ന് വിഗ്രഹങ്ങളെ തച്ചുടച്ചു. ഒരെണ്ണത്തെ മാത്രം സംഗതി വശാൽ ബാക്കി വെച്ചു. ഇതുപോലെ വേറൊരാളും ചെയ്തതായി നാം അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് കേട്ടില്ലേ? വിഗ്രഹാരാധനയിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും അകറ്റേണമേ എന്ന്. ഏറ്റവും വലിയൊരു പാഠം ഇതിനുണ്ട്. മക്കളുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ കൂട്ടത്തിൽ സ്വന്തം കാര്യവും വെറുതെ പറഞ്ഞതാണെന്ന് ആരും വിചാരിക്കേണ്ട. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാത്ത പക്ഷം ഈ മഹാദോഷം തന്നിൽ നിന്നുണ്ടാകുകയില്ലെന്ന് ആശ്വാസം കൊള്ളാൻ ആർക്കും പാടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അത് ഭയപ്പെടാതെ സൂക്ഷിക്കണേ റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അത് ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നിൽ നിന്ന് ഷിർക്കിൻ്റെ കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നാം എങ്ങനെ സമാധാനപ്പെടും സഹോദരങ്ങളെ? തീയിൽ എറിയപ്പെടുന്നതിനെ ഭയപ്പെടുന്നത് പോലെ കുഫറിൻ്റെ കാര്യം വന്നു പോകുന്നതിനെ ഭയപ്പെടുന്നവനാണ് സത്യവിശ്വാസി എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു. മുസ്ലിം 174, മുസന്നഫ് അബ്ദുർ റസാഖ് 20,320. മഹാകാരുണ്യകനായ അള്ളാഹു വിശാലമായ ഔദാര്യം മൂലം അനിസ്ലാമിക ഗവൺമെൻറ്റിന് കീഴിൽ ഉദ്യോഗം വഹിക്കുന്നതിന് അനുവദിച്ചതിനെ എതിർത്തിട്ട് അത് ഷിർക്കാണെന്ന് വാദിക്കുകയും ആ ഷിർക്കിൻ്റെ പ്രവൃത്തി യാതൊരു കൂസലും കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ നാം കാണുന്നല്ലോ. വലത്തെ കൈകൊണ്ട് മൂക്ക് വിഴിയുന്നത് നമ്മൾ വെറുക്കുന്ന ഒരു കാര്യമാണ്. അത്ര പോലും വെറുപ്പ് ഈ ഷിർക്ക് എന്ന് വാദിക്കുന്ന കാര്യം ചെയ്യുന്നതിൽ ഇവർക്കില്ല. കഷ്ടം തന്നെ. അതായത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇബ്രാഹിം അലൈഹിസ്സലാം ബിംബങ്ങളെ തച്ചുടച്ചത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും മറ്റൊരു നാട്ടിൽ പോയിട്ടോ വേറൊരു സമൂഹത്തിൻ്റെയോ അല്ല, അദ്ദേഹത്തിൻ്റെ കൗമിൽ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ജനതയിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ വലിയ വിഗ്രഹാരാധകനായിരുന്നു എന്നത് ഖുർആനിൽ തന്നെ സ്ഥിരപ്പെട്ട കാര്യം ആണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഇന്നുള്ള മതേതര ഭരണകൂടങ്ങൾ അതിൽ ജോലി നേടുക എന്നത് ഷിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഇവിടെ പരമാവധി ഈ ലോകത്തിന് കാരുണ്യമാകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ മുഴുകാൻ MP ആണെങ്കിലും MLA ആണെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്കൊക്കെ ബാധ്യതയുണ്ട്. ഉദാഹരണത്തിന് മദ്യം, അതിന് ലൈസൻസ് കൊടുക്കൽ ഇവിടെ അനുവദനീയമാണ് നിബന്ധനകൾക്ക് വിധേയമായിട്ട്. അത് ഇസ്ലാം അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിർബന്ധിത സാഹചര്യത്തിൽ അത്തരമൊരു ഒരു കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു MLAക്ക് അല്ലെങ്കിൽ മന്ത്രിക്ക് ഒക്കെ ഒപ്പുവെക്കേണ്ടി വരും. അത് ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യുന്നത് മാത്രമാണ്. അങ്ങനെയാണ് ആ വിഷയം മനസ്സിലാക്കേണ്ടത്. അതേസമയം അത് അംഗീകരിച്ചു കൊണ്ടാവരുത്. മദ്യത്തിന് ലൈസൻസ് കൊടുക്കുക എന്നത് നിയമവിധേയമാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ് എന്ന നിലക്ക് അല്ല. അതോടൊപ്പം തന്നെ മദ്യനിരോധനത്തിന് വേണ്ടി അവനവനാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഒരു MP ആവട്ടെ, MLA ആവട്ടെ, ഉദ്യോഗസ്ഥനാവട്ടെ, സാധാരണക്കാരനാവട്ടെ, പണ്ഡിതനാവട്ടെ, പാമരനാവട്ടെ, അവനെ കൊണ്ട് കഴിയുന്ന വിധം അവൻ പ്രവർത്തിക്കുകയും അത്തരം തിന്മകൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 577, സൂറത്ത് ഇബ്രാഹിം ആയത്ത് 36, പേജ് നമ്പർ 899. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. എൻ്റെ റബ്ബേ, നിശ്ചയമായും ഈ വിഗ്രഹങ്ങൾ ധാരാളം ജനങ്ങളെ വഴിപിഴപ്പിച്ചിരിക്കുന്നു. വിഗ്രഹാരാധന കൊടുകുത്തിവാണ കാലമായിരുന്നു അത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവ് ആസർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ആസറും ആ ജനതയും വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. വിഗ്രഹങ്ങൾ വഴിപിഴപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം വിഗ്രഹങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു എന്നല്ല, വിഗ്രഹങ്ങൾ മുഖേന മനുഷ്യർ വഴിപിഴച്ചു എന്നാണ്. അങ്ങനെയുള്ള പ്രയോഗം സാഹിത്യത്തിൽ ധാരാളമാണ്. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. എന്നെ ആർ പിൻപറ്റിയോ അവൻ നിശ്ചയമായും എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെ. ആ ആദർശബന്ധം രക്തബന്ധത്തെക്കാൾ പ്രധാനവും സുദൃഢവുമാണ്.
വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. എന്നോട് ആരെങ്കിലും അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം നിശ്ചയമായും നീ വളരെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാണല്ലോ. വിഗ്രഹാരാധന ചെയ്താലും പൊറുക്കും എന്നിവിടെ തോന്നിയേക്കാം, പക്ഷേ ഷിർക്ക് പൊറുക്കുകയില്ലെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നിസാ 48:116. ഷിർക്കല്ലാത്ത മറ്റ് പാപങ്ങൾക്ക് ഇത് ബാധകമാവുകയുള്ളൂ എന്ന് ഗ്രഹിക്കുക. അതായത് ഷിർക്കിൽ ആയിട്ടൊരാൾ മരിച്ചാൽ അത് പൊറുക്കപ്പെടുകയില്ല എന്നതാണ്. നേരെ മറിച്ച് ഒരാൾ ഷിർക്ക് ചെയ്തു, അയാൾക്ക് ബോധ്യം വന്നു അത് ഷിർക്കാണ്, അത് അയാൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങി തൗഹീദിൻ്റെ കലിമ ഉച്ചരിച്ച് അത് മനസ്സിലുറപ്പിച്ചിട്ട് വീണ്ടും മുസ്ലിം ആയാൽ, ആ ഷിർക്കിൽ നിന്ന് മാറി അവൻ മുവഹിദായാൽ ആ ഷിർക്ക് പൊറുക്കപ്പെടും. ആയത്ത് 37. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഞങ്ങളുടെ റബ്ബേ, കൃഷിയൊന്നുമില്ലാത്തൊരു താഴ്വരയിൽ നിന്റെ പരിശുദ്ധ ഭവനത്തിൻ്റെ അടുക്കൽ എൻ്റെ മക്കളിൽ ചിലരെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ ഭവനം എന്ന് പറഞ്ഞത് കഅബയെ പറ്റിയാണ്. അപ്പോൾ മുമ്പ് തന്നെ അതവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നീട് ആ കെട്ടിടത്തിന് നാശം സംഭവിക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും മകനും കൂടി അത് പുതുക്കി പണിയുകയുമാണ് ഉണ്ടായത്. മകൻ ഇസ്മാഈലിനെയും ഉമ്മ ഹാജറിനെയും മക്കയിൽ പാർപ്പിച്ചു. അവർ മുഖേന ദൈവഭയമുള്ള ഒരു ജനത അവിടെ വളരണമെന്ന അദ്ദേഹം ആശിച്ചത്. പേജ് നമ്പർ 900. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത. ഞങ്ങളുടെ റബ്ബേ, അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാകാൻ വേണ്ടിയാണ്. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഅ്വീ ഇലൈഹിം. അതിനാൽ മനുഷ്യരിൽ നിന്നുള്ള കുറെ ഹൃദയങ്ങളെ ഇവരോട് ചായ്വ് കാണിക്കുന്ന നിലയിലാക്കണമേ. വർസുഖുഹും മിനസ് സമറാത്തി. കായ്ക്കനികളിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യണേ. ലഅല്ലഹും യഷ്കുറൂൻ. അവർ നന്ദി കാണിക്കുന്നവരാകാനും മതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം നാടായ ഇറാഖിൽ നിന്നും ഹിജറ പോകുന്നത് വിഗ്രഹാരാധകരുമായുള്ള നിരന്തര ധർമ്മസമരത്തെ തുടർന്നായിരുന്നു. മക്കയിൽ ജനവാസമില്ലാതിരുന്ന കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മാഈലിനെയും ഉമ്മയെയും അവിടെ കൊണ്ടുവന്ന് കഅബക്ക് അടുത്ത് പാർപ്പിച്ചു. അൽ മുഹറം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അടിമകൾ അതിനെ വളരെയധികം ബഹുമാനിക്കുന്ന അവസ്ഥയിലാക്കപ്പെട്ടു എന്ന് സാരം. എൻ്റെ മക്കളിൽ ചിലർ എന്ന് പറഞ്ഞത് ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ പറ്റിയാണ്. ഇസ്മാഈലിൻ്റെ സന്താന പരമ്പരകളെയും ഉദ്ദേശിക്കാം. ഈ പ്രാർത്ഥനയുടെ ഫലമായി ബനു ജുർഹൂം ഗോത്രക്കാർ അവിടെ വരികയും താമസമുറപ്പിക്കുകയും ചെയ്തു. ക്രമേണ ഇതൊരു ജനവാസ കേന്ദ്രമായി തീർന്നു. കൃഷിയില്ലാത്ത ആ മരുഭൂമിയിലേക്ക് എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ തെളിവാണത്. മനുഷ്യ മനസ്സുകൾ കഅബയിലേക്ക് എല്ലാ കാലത്തും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാണാത്തവർക്ക് ഒരിക്കലെങ്കിലും കാണാനും കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാനുമുള്ള ആഗ്രഹം കൂടിക്കൂടി വരുന്നു. അതും ആ പ്രാർത്ഥനയുടെ ഫലം തന്നെ. ആയത്ത് 38. റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഗ്ലിനു. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഗോപ്യമാക്കുന്നതും ഞങ്ങൾ പരസ്യമാക്കുന്നതും നീ അറിയുമല്ലോ. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഭൂമിയിലും ആകാശത്തിലും യാതൊരു സംഗതിയും അല്ലാഹുവിന് ഗോപ്യമാകയില്ല. ആയത്ത് 39. അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ്. എനിക്ക് വാർദ്ധക്യത്തിൽ ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും പ്രദാനം ചെയ്ത അല്ലാഹുവിന് സർവസ്തുതിയും. ഇന്ന റബ്ബി ലസമീഉദ് ദുആ. നിശ്ചയമായും എൻ്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാകുന്നു. ആയത്ത് 40. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി. എൻ്റെ റബ്ബേ, എന്നെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കേണമേ. പേജ് നമ്പർ 901. വമിൻ ദുർരിയതി. എൻ്റെ മക്കളിൽ നിന്നും. ഇങ്ങനെ പറയാൻ കാരണം മക്കളെല്ലാവരും നല്ലവരാകുകയില്ലെന്ന് ഇതിനു മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അനുഭവവും അത് തന്നെ. മഹാദുഷ്ടന്മാരായ യഹൂദികൾ ആ സന്താന പരമ്പരയിൽപ്പെട്ടതാണല്ലോ. റബ്ബന വതഖബ്ബൽ ദുആ. ഞങ്ങളുടെ റബ്ബേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. ആയത്ത് 41. റബ്ബന ഗ്ഫിർലി. ഞങ്ങളുടെ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണമേ. വലിവാലിദയ്യ വലിൽ മുഅ്മിനീന. എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും. യൗമ യഖൂമുൽ ഹിസാബ്. വിചാരണ നടക്കുന്ന ദിവസം, വിചാരണയുടെ ഫലമനുസരിച്ച് വിധി നടപ്പാക്കുന്ന ആ ദിവസം അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവും കൊണ്ട് മാത്രമേ ആർക്കും രക്ഷയുള്ളൂ. പ്രാർത്ഥന സുപ്രധാനമായ ആരാധനയാകുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനകളിൽ
നിന്ന് ചില സുപ്രധാന സംഗതികൾ നമുക്ക് മനസ്സിലാക്കാം. ഐഹികവും പാരത്രികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുൻഗണന പരലോക ജീവിതത്തിനായിരിക്കണം. ഷിർക്ക്, കുഫ്ർ, വൻപാപങ്ങൾ ഇവയിൽ നിന്ന് ഉള്ള മോചനത്തിനും ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള അനുഗ്രഹത്തിനും പ്രാധാന്യം നൽകണം. ആദ്യം തനിക്ക് വേണ്ടിയും പിന്നീട് അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയും ശേഷം മറ്റുള്ളവർക്ക് വേണ്ടിയുമാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം ആകരുത്. ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണെന്ന് ഹദീസിൽ കാണാം. മുസ്ലിം 7105, ഇബ്നു മാജ 3007. എന്തു ചെറിയ കാര്യത്തിനായാലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പതിവാക്കുന്നവന് കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും ആപത്തുകളിൽ നിന്ന് രക്ഷ തേടുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് എന്നും ഹദീസിൽ കാണാം. തിർമിദി 3893. തെറ്റായ കാര്യങ്ങൾക്കും തിന്മകൾക്കും ബന്ധം മുറിക്കാനും വേണ്ടി പ്രാർത്ഥന പാടില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾക്കെതിരിലും പ്രാർത്ഥിച്ചുകൂടാത്തതാണ്. പ്രാർത്ഥനയോടൊപ്പം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും എടുത്തു പറയുന്നതും അവനെ സ്തുതിക്കുന്നതും ഉത്തമമാകുന്നു. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറയരുത്.